ഞാനുണ്ടല്ലോ ഒരു പരീക്ഷണം എന്നുള്ള രീതിക്ക് നമ്മുടെ സർക്കാർ കൊടുക്കുന്ന സൗജന്യ പ്രിയദർശിനി യാത്രയുണ്ടല്ലോ, ഞാനും ചെറുതായിട്ട് ഇന്നൊന്ന് യാത്ര ചെയ്തു. ഒരു കാര്യം ഉണ്ടായിട്ടല്ല. വീട്ടിലങ്ങനെ ഇരുന്നാ പോരെ. നിങ്ങളൊരു അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. നമ്മൾ 24 മണിക്കൂറും പെണ്ണുങ്ങളോട് സംസാരിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്നല്ല, നമുക്ക് വേറെ പണിയുണ്ട്. ഇന്ന് പ്രിയദർശിനി ബസ് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഉണ്ടല്ലോ, എന്റെ ദൈവമേ. കാര്യം പറയടാ. തിരക്ക് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഞാൻ കുമ്പള വെടിക്കും പാലക്കുന്ന് ഭരണിക്കും എങ്ങനെ ഒരു തിരക്ക് കണ്ടിട്ടുള്ളൂ. പിന്നെ അല്ല, നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ടി വി കാണുന്ന തിരക്കില്ലേ, അമ്മാതിരി തിരക്കാണ് ഒരു ബസ്സില്. നിനക്ക് ആക്ച്വലി എന്താ പറ്റിയത്? ഓക്കെ, ഞാൻ ഇരുന്നതിന്റെ ഈ സൈഡിൽ ഇരുന്ന താത്താന്റെ മുക്കാൽ കുണ്ടിയും എന്റെ ഷോൾഡറിലാണ്. കുറച്ച് പാർലമെന്ററി ആയിട്ട് സംസാരിച്ചു. എന്താ കാര്യം? അതൊരു കുണ്ടി പ്രശ്നം. എന്റെ ഈ സൈഡിൽ ഇരുന്ന താത്താന്റെ മുക്കാൽ കുണ്ടിയും എന്റെ ഷോൾഡറിലാണ്. ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞാൽ 1.5 കിണ്ടി വരുന്നേ. മുക്കാൽ കുണ്ടിയും എന്റെ ഷോൾഡറിലാണ്. ഞാൻ ലാലേട്ടനെ പോലെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ദേഷ്യപ്പെടലേട്ടാ, ഇതൊരു സ്വകാര്യ ബസ്സല്ലേ, ഇതിലിത്തിരി തട്ടിന്ന് മുട്ടിന്നൊക്കെ ഇരിക്കും. ആകപ്പാടെ കുഴപ്പമുള്ള ആളാവൻ അല്ലേ? ഞാൻ ലാലേട്ടനെ പോലെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള താത്താന്റെ ഫുൾ കുണ്ടിയും എന്റെ തൊടയിലാണ്. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതെ? ഇത് ഞാൻ തൊട ഇങ്ങനെ ഇടക്ക് അനക്കുമ്പോ പോലും അവര് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം മൈൻഡ് ചെയ്താൽ ഞാൻ എണീക്കേണ്ടി വരുമല്ലോ, എന്റെ തൊടേന്ന് എണീക്കേണ്ടി വരുമല്ലോ. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. ഇത് എന്റെ ഭഗവാനെ, ഇടക്ക് ഇറങ്ങാനും പറ്റില്ല, നമ്മളൊന്ന് ഇറങ്ങാന്ന് വെച്ചാൽ അതും പറ്റില്ല. അത്രക്ക് ജനങ്ങളാണ് ഈ പ്രിയദർശിനി ബസ്സില്. ചേട്ടാ ഒരു കാര്യം ചെയ്യും, ഒരു ടാക്സി വിളിച്ചു നോക്കൂ. ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ ഒരു തിരക്ക്. എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത് ദൈവത്തമ്പുരാൻ. വെറുതെ ആയിരിക്കും, വെറുതെ ഫ്രീ അല്ലേ, പോയിട്ട് വരാം എന്നുള്ള ഒരു ഇതിന്റെ കോൺസെപ്റ്റിന്റെ പുറത്തായിരിക്കും. അതെ അതെ, നിങ്ങള് ഇത് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓ അറിയാം. ആരെന്ന് പറ അറിയാങ്കി. ഞാനും ചെറുതായിട്ട് ഇന്നൊന്ന് യാത്ര ചെയ്തു. ഒരു കാര്യം ഉണ്ടായിട്ടല്ല.